യെസ്, എന്തായാലും ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ്, ഏതാണ് ഏജൻസി ഉടൻ തന്നെ വ്യക്തമാകും. അതിൻ്റെ നമ്പറുമായി വെച്ച് നോക്കുമ്പോൾ ലോട്ടറി വകുപ്പിന് കൃത്യമായ കണക്കുണ്ട്. അത് കൃത്യമായി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഈ നമ്പർ അടിച്ച ഭാഗ്യവാൻ ഒരുപക്ഷെ ഈ വാർത്ത കാണുന്നുണ്ടാവാം. താൻ ഭാഗ്യശാലിയാണെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവാം. കൊച്ചിയിൽ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ആ ലോട്ടറി കടയുടെ മുന്നിലെ ആംബിയൻസ് എന്താണ്? ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെയാണോ ലോട്ടറി അടിച്ചത്? സജിത, അറിയില്ല എവിടെയാ ലോട്ടറി അടിച്ചെന്നുള്ളത്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റ് ഇപ്പം ടിക്കറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നിന്ന ഒരു സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ടിക്കറ്റ് വാങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവരും സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ്. ഏതാണ്ട് 41 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. അതിന് 30,000-ലധികം താഴെ ടിക്കറ്റുകളാണ് വിറ്റ് പോകാനുള്ളതെന്നായിരുന്നു കണക്കുകൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുപോലെ തന്നെ അവസാന മൊമെന്റിൽ ഒരുപാട് വിൽപ്പനകൾ നടന്നിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകണം. എന്തായാലും ആളുകൾ അതിനെ, അതായത് ലോട്ടറി, ബമ്പർ ലോട്ടറിയെ കൂടുതൽ സീരിയസ് ആയി കാണുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് പ്രൈസിൻ്റെ അതിനോടുള്ള ഒരു അട്രാക്ഷൻ ആകാം. എന്നിരുന്നാലും ഈ സാരംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോട്ടറി പുറത്തേക്ക്, അതായത് കൂടുതൽ ഭാഗ്യവാന്മാർ കേരളത്തിന് പുറത്തുള്ള ആളുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ റഷ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ലോട്ടറി വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ വലിയ റെക്കോർഡ് വിൽപ്പനയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഈ സമ്മർ ബമ്പറിൻ്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ 36 ലക്ഷമായിരുന്നു. പക്ഷേ ഇത്തവണ 42 ലക്ഷം ടിക്കറ്റുകൾ അടിച്ച ശേഷം 41,73,410 ടിക്കറ്റുകളായിരുന്നു നമുക്ക് അല്പം മുമ്പ് ലഭിച്ചിരുന്ന കണക്കുകൾ. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് പിന്നെയും ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ശതമാനം, ഏതാണ് 90% അടുത്ത് തന്നെ ടിക്കറ്റുകൾ വിറ്റ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും നമുക്കറിയില്ല അവിടെ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത്. പലപ്പോഴും ടിക്കറ്റ് കൈ കിട്ടിയ ശേഷം അത് ബാങ്കിൽ എത്തിക്കുന്നത് വരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല, ഈ ലോട്ടറി ലഭിച്ച ശേഷം സാമ്പത്തികം ആവശ്യപ്പെട്ട് വരുന്ന ആവശ്യമുള്ളവരുടെ ആവശ്യമില്ലാത്തവരുടെ ഒരു വലിയ നീണ്ട നിര, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇപ്പോൾ അത് രഹസ്യമാക്കി വെക്കാറുമുണ്ട്. എന്നിരുന്നാലും ഏത് ജില്ലയിലാണ് ലോട്ടറി അടിച്ചതെന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. അതല്ലെങ്കിൽ ഏത് ജില്ലയിൽ വിറ്റ ടിക്കറ്റിനാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ടാകും. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. യെസ്, എന്തായാലും ആ ഭാഗ്യശാലി ആരെന്നുള്ള കാത്തിരിപ്പാണ്. കേരളത്തിൽ സമ്മർ ബമ്പർ, നേരത്തെ ഒന്നും സമ്മർ ബമ്പറൊന്നും അത്ര പേരെടുത്ത് അത്ര പ്രശസ്തമാവാറില്ല. പക്ഷേ കേരളത്തിൻ്റെ ബമ്പർ ലോട്ടറികളോട് പൊതുവിൽ വലിയ സമീപനമാണ് എല്ലാ ഭാഗ്യശാലികൾക്കും ഉള്ളത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്നും നിരവധി ആളുകളാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വഴി ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിച്ച ലോട്ടറിയുടെ നമ്പർ അയച്ചു കൊടുത്ത് അവരൊക്കെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഭാഗ്യശാലി ആര് എന്ന കാര്യത്തിലുള്ള കാത്തിരിപ്പ് കൂടിയാണ് വരാൻ പോകുന്നത്. സമ്മർ ബമ്പർ അടിച്ചിരിക്കുന്ന ഭാഗ്യശാലി ആരാണ്, ആ 10 കോടിയുടെ ഉടമയാര് എന്ന കാര്യം. SB 517026, സെക്കൻഡ് പ്രൈസ് SC 660573 എന്നതാണ് 2 നമ്പറുകൾ. മറ്റ് സമാശ്വാസ നമ്പറുകളുണ്ട്. വിവിധ സീരീസിലുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ 5 ലക്ഷം രൂപയുടെ, 50,000 രൂപയുടെ, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് പലരെയും കാത്തിരിക്കുന്നത്. എന്തായാലും ബമ്പർ അടിച്ച് ആ ഭാഗ്യവാനാര് എന്ന കാത്തിരിപ്പാണ്. ഏത് ജില്ലയിലാണ് ബമ്പർ അടിച്ചത്, ഏത് ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് എന്ന കാത്തിരിപ്പ് കൂടിയാണ്. കാരണം ബമ്പർ ഭാഗ്യവാനെ മാത്രമല്ല, അത് വിറ്റ ഏജൻസികൾക്കും വിറ്റ ലോട്ടറി ഏജൻറ്റിനടക്കം അവരെയും കാത്തിരിക്കുന്നത് സമ്മാനങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, വലിയ തുക. അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആര് എന്ന കാര്യം. ഏത് ജില്ലയിലാണ്, ഒപ്പം ഏത് ഏജൻസിയാണ് വിറ്റത് എന്നതിൽ കൂടി നമുക്ക് വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. 42 ലക്ഷം ടിക്കറ്റുകൾ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനിടയിലാണ് സംസ്ഥാനത്തൊരു ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഭാഗ്യശാലി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിലാണോ, അറിയാതെ പോയിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടാവും. സാധാരണ ബമ്പർ അടിച്ചയാൾ, വലിയ തുക സമ്മാനം ലഭിക്കുന്നയാൾ പെട്ടെന്നത് പുറത്തു പറയാറില്ല എന്നതാണ് നമുക്ക് സമീപകാല അനുഭവങ്ങൾ. കാരണം പലപ്പോഴും തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് പുറത്തറിഞ്ഞാൽ അയാൾ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ പല രീതിയിലാണ്. അതുകൊണ്ടുകൂടി പലപ്പോഴും അത് രഹസ്യമാക്കി വെച്ച് പിന്നീട് രഹസ്യമായി ലോട്ടറി ബാങ്കിലോ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പിലോ ഒക്കെ ഏൽപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തിടെ ബമ്പർ ലോട്ടറി അടിച്ചത് സംബന്ധിച്ച് ഒരു തർക്കം പോലും ഉണ്ടായി. അത് കോടതി കയറുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബമ്പർ അടിച്ച ലോട്ടറി കൈവശമുള്ള ആ ഭാഗ്യവാനാരാണ്, ആ ഭാഗ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും നമുക്കറിയാനാവും ഏത് ജില്ലയിലാണ്, ഏത് ഏജൻസിയാണ് ആ ലോട്ടറി വിറ്റത് എന്ന കാര്യം. മലയാളിയാണോ ഭാഗ്യവാൻ, അതല്ല നമ്മുടെ ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന മറ്റുള്ളവരാണോ, അതല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും ലോട്ടറി എടുത്ത് മടങ്ങിയവരാണോ, ഇവരെ എന്തായാലും കാത്തിരിക്കാം. പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ലോട്ടറികൾ വിറ്റുപോയിരുന്നു.
പലപ്പോഴും പാലക്കാട് ജില്ല തമിഴ്നാട്ടിൽ നിന്നും വന്ന് നിരവധി ആളുകൾ ടിക്കറ്റ് വാങ്ങിപ്പോകുന്ന സ്ഥലം കൂടിയാണ്. എന്തായാലും SB 517026 അതാണ് ഒന്നാം സമ്മാനം. 10 കോടി രൂപയുടെ അഭാഗ്യവാനെ കാത്തിരിക്കുകയാണ്, കണ്ടെത്താൻ പോവുകയാണ്. രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് SC 660573. അങ്ങനെ രണ്ടാം സമ്മാനവും ഒന്നാം സമ്മാനവും ആർക്ക് ലഭിച്ചു, ആരാണ് ആ ഭാഗ്യവാൻ എന്ന കാത്തിരിപ്പാണ്. 10 കോടി രൂപയുടെ ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആര് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ലോട്ടറി വകുപ്പ് വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? സാധാരണ ഏറെ വൈകാറില്ല. ജില്ലയുടെ ഏത് ജില്ലയിലാണ്, ഒപ്പം ഏത് ഏജൻസിയാണ്? സജിത്ത്, ആ ഒരു ആകാംക്ഷയിലാണ് ഇപ്പോഴും നമ്മൾ തുടരുന്നത്. ഏത് ജില്ലയിലാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നതാണ് പ്രത്യേകത. സാധാരണ ഒന്നാം സമ്മാനം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ജില്ലയും ഏജൻസി നമ്പറും അടക്കം കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതിൽ ചെറിയൊരു സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ ഇടവേളയാണ്. അതിനിടയിൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ പാലക്കാട് ജില്ലയിലേക്കാണോ ഭാഗ്യവാൻ എത്തിയിരിക്കുന്നത്, അല്ല മറ്റേതെങ്കിലും തെക്കൻ ജില്ലകളിലേക്കാണോ എന്ന കാര്യത്തിലടക്കം അല്പനിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ഒരു വ്യക്തത വരുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിനാലും 10 കോടിയുടെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്ന ആകാംക്ഷ കേരളത്തിലെ എല്ലാ ലോട്ടറി പരീക്ഷകരും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ആ ജില്ല ഏതാണെന്നും ഏജൻസി ഏതാണെന്ന കാര്യത്തിൽ ചെറിയ ഒരു സമയതാമസം എടുക്കുന്നുണ്ട്. അതിൽ ഉടൻ തന്നെ വ്യക്തത വരുത്തുന്നു. സമ്മർ ബമ്പർ അടിച്ച ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ് കേരളം. കാരണം ആ ബമ്പർ ഭാഗ്യവാൻ ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. SB 517026 ആ നമ്പറിലുള്ള ഭാഗ്യവാൻ. ഒപ്പം രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് SE 660573 ഈ നമ്പറിലാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത്. SB 517026 ഒന്നാം സമ്മാനം. ആ 10 കോടി ലഭിച്ച ഭാഗ്യവാൻ ആര് എന്ന കാത്തിരിപ്പാണ്. എന്തായാലും നമുക്ക് അറിയാം ഭാഗ്യവാൻ. ആജ്ഞ കൊച്ചിയിൽ തുടരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഈ പൊതുവിൽ സമ്മർ ബമ്പറിനോട് അത്ര ആളുകൾക്ക് ഒരു താല്പര്യക്കുറവുണ്ടോ? ആ ലോട്ടറി കടയ്ക്ക് മുന്നും മറ്റും ആകാംക്ഷയോടെ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയുണ്ടോ? സജിത്ത, ഇപ്പൊ ടിക്കറ്റുകളെല്ലാം നറുക്കെടുപ്പിന്റെ സമയമാകുമ്പോൾ ടിക്കറ്റുകൾ കൗണ്ടറിൽ നിന്ന് മാറ്റുമല്ല. അപ്പോൾ ടിക്കറ്റുകളെല്ലാം വിൽപ്പന നിർത്തിവെച്ചിരിക്കുന്ന ഒരു ഇതിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. എന്നാലും ഇവിടെ വലിയൊരു റഷൊന്നുമില്ല ആളുകൾ. അതേസമയം ഈ ലാസ്റ്റ് മൊമെന്റ്, അതായത് ഒരു 2 മണിക്ക് മുൻപുള്ള ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ നിന്ന സ്ഥലത്തേക്ക് കുറേ ആളുകൾ വന്ന് ടിക്കറ്റുകൾ എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, താല്പര്യക്കുറവ് എന്ന് പറയുമ്പോൾ തന്നെ ഈ റെക്കോർഡ് വിൽപ്പന തന്നെ ആളുകൾ മൊത്തത്തിൽ ഈ ബമ്പർ ടിക്കറ്റുകളെ അംഗീകരിച്ച് കഴിഞ്ഞു, അതിൻ്റെ ഒരു ഒതന്റിസിറ്റി ഒക്കെ വ്യക്തമായി തുടങ്ങി എന്നുള്ള കാര്യത്തിലാണല്ലോ അങ്ങനെ ഒരു വലിയ റെക്കോർഡ് വിൽപ്പനയിലേക്ക് വരുന്നതും. ഇതിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയെ കൂടുതൽ വിശ്വാസത്തിലെടുക്കി അതിനു വേണ്ടിയിട്ട് വലിയ തുകയാണെങ്കിൽ പോലും മുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നു. ഏത് ഭാഗത്താണ്, എവിടെ വിറ്റ് ടിക്കറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തതയായിട്ടില്ല. ഭാഗ്യവാൻ ആര് എന്നുള്ള കാര്യം അറിയാൻ ഒരുപക്ഷെ ദിവസങ്ങളെടുത്തേക്കാം. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും നറുക്കെടുപ്പ് തുടരുന്നുണ്ട്. അതേ മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഈ തിരുവോണം ബമ്പർ അടിച്ചത് കൊച്ചിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാണ്. ആളുകളുടെ പ്രതികരണം കൂടെ തേടുക. ഭാഗ്യം നഷ്ടപ്പെട്ടവർ, ഭാഗ്യശാലികൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പ്രതികരണം നമുക്ക് ആവശ്യമാണ്. ആ പ്രതികരണങ്ങൾ തേടുക. എന്തായാലും 42 ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട, ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട പാലക്കാട് ജില്ലയിലാണോ ആ ഭാഗ്യവാൻ, അതല്ല മറ്റ് ജില്ലകളിലാണോ? നമ്മൾ കാത്തിരിക്കുകയാണ്. ഏജൻസി ഏതാണ്, ഒപ്പം ജില്ല ഏതാണ് അറിയാനാവും ഉടൻ തന്നെ. സമ്മർ ബമ്പർ ലോട്ടറി അടിച്ച 10 കോടി തുക സ്വന്തമാക്കിയ ആ ഭാഗ്യവാൻ ആര് എന്ന കാര്യം. തെരഞ്ഞെടുപ്പിനിടയിൽ 10 കോടി കൈവരാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.